ഹലോ വെൽക്കം ടു ലൈക്ക് ബോഗൻവില്ല. ഇന്ന് ഞങ്ങൾ രണ്ടുപേരും ഉള്ളത് ബ്രോഡ്വേയിലാണ് എന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. പക്ഷെ അത് കിട്ടിയില്ല. അത് അവിടെ ഭയങ്കര ശബ്ദമായിരുന്നു. കാരണം നമുക്ക് ക്വാളിറ്റി ഉണ്ടായിരുന്നില്ല ശബ്ദത്തിന്. അതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് വോയിസ് ഓവർ ചെയ്ത് അല്ലേ വോയിസ് വോയിസ് ഓവർ ഓവർ ചെയ്തു. ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ രണ്ടുപേരും അല്ല, ഡിൻസ് ചേച്ചി ഉണ്ടായിരുന്നു. ഞങ്ങൾ മൂന്നാളും കൂടെ ബ്രോഡ്വേയിൽ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോ. അലഞ്ഞു ഇന്നത്തെ തിരിഞ്ഞ് വീഡിയോ. നടന്നാണ് ഞങ്ങളുടെ വീഡിയോ. ഓണം കഴിഞ്ഞിട്ടുണ്ടേ ഇവിടുത്തെ ഈ പൂക്കളൊന്നും ഒരു മാറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ ഓണം കഴിഞ്ഞിട്ട് പൂക്കൾ മാറ്റിയില്ലെങ്കിലും ക്രിസ്മസിന്റെ സാധനങ്ങളൊക്കെ അവിടെ വന്നു തുടങ്ങി. ആ സത്യം. പിന്നെ ഈ പൂവിന് ഞാൻ വില ചോദിച്ചു. ഇത് ഇപ്പൊ അതിന് 20 രൂപയല്ലേ, ഒരെണ്ണത്തിന് 20 രൂപയാ പറഞ്ഞത്. അപ്പൊ ഒരു മുഴം 20 രൂപ. അത് മുഴവില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഡിൻസേച്ചി അതിനാളോട് തർക്കിച്ചു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ക്രിസ്മസിന്റെ സാധനങ്ങൾ വന്നു തുടങ്ങി, കാർഡുകൾ ക്രിസ്മസ് കാർഡ്സ് ഒക്കെ വന്നു തുടങ്ങി. എത്ര നാള് കഴിഞ്ഞിട്ടാന്നറിയോ ഞാൻ ഒരു ക്രിസ്മസ് കാർഡ് കാണുന്നേ. എന്ന് വെച്ചാൽ നമ്മളിപ്പോ ആരും ക്രിസ്മസ് കാർഡ് പരസ്പരം വിടുന്നില്ല. അതെ, ആരും വിടുന്നില്ല. എല്ലാം ഡിജിറ്റൽ ആണല്ലോ ഇപ്പൊ. അതെ, നിങ്ങൾ ആരെങ്കിലും വിടാറുണ്ടോ? ക്രിസ്മസ് കാർഡ്സ് അയക്കാറുണ്ടോ? ഞാൻ പണ്ട് ഞാൻ ഒരുപാട് പേർക്ക് അയക്കുമായിരുന്നു റൂപ്പി. ഒത്തിരി പേർക്ക്. ഡാഡി എനിക്ക് ബ്രോഡ്വേ തന്നെ വാങ്ങിച്ചു തരും. ഞങ്ങൾ ഇങ്ങനെ കുറെ പേർക്ക് ഞങ്ങളുടെ വീട്ടിലും മമ്മിയും ഡാഡിയൊക്കെ ആണെങ്കിലും അവിടെ നിന്ന് എല്ലാവർക്കും ഇങ്ങനെ മറയൂരിന്നൊക്കെ കാർഡ് വരുമായിരുന്നു. ബൾക്കായിട്ട് കാർഡ് മേടിച്ചിട്ട് എല്ലാവർക്കും അയക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ ആരും അത് ചെയ്യുന്നില്ല കേട്ടോ. അപ്പൊ ഈ ക്രിസ്മസ് കാർഡിന് പോയ കടയിൽ തന്നെ ഇതുപോലത്തെ മാലകളും കമ്മലുകളും ഒക്കെ ഉള്ള അത് വിൽക്കുന്ന കടയാണിത്. പക്ഷെ ക്രിസ്മസിന്റെ സീസൺ ആയാൽ നമ്മുടെ മേത്തർ ബസാറിൽ എല്ലാവരും ക്രിസ്മസിന്റെ ഐറ്റംസ് വിൽക്കുന്നവരായി മാറും. അതെ. അപ്പോൾ അതുകൊണ്ടാണ് അവർ ആദ്യം കാർഡ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഈ മാലയ്ക്ക് 80 രൂപയാണ്. അപ്പം ഞാൻ അങ്ങനത്തെ നല്ല ഭംഗിയുള്ള മാലകളും സ്റ്റഡുകളും എല്ലാം ഹോൾസെയിലാണ്. പിന്നെ എനിക്ക് തോന്നുന്നു പുറത്തൊക്കെ തൂക്കിയിരിക്കുന്ന ഐറ്റംസ് മാത്രം അവർ റീറ്റെയിലായിട്ട് തരും. അപ്പോൾ നിങ്ങൾക്ക് പോയി വേണമെങ്കിൽ അവിടെ നിന്ന് നോക്കി വാങ്ങാവുന്നതാണ്. നല്ലതാണ് കേട്ടോ. ഞാനത് 2 എണ്ണം മേടിച്ചു. 80 രൂപയുടേത് വാങ്ങിച്ചു. ഇത് നമ്മുടെ അനീഷ് ഭായ് അല്ലേ? ഇവിടെ നിന്നാണ് നമ്മൾ എല്ലാ വർഷവും സീരിയൽ സെറ്റ് വാങ്ങിക്കൊണ്ടിരുന്നത്. പല വ്യത്യസ്തമായ രീതിയിലുള്ള ഓരോ വർഷങ്ങളിലും പുതിയ പുതിയ ഡിസൈൻസ് വരുന്നുണ്ടല്ലോ. ഇപ്പതേ വന്നു തുടങ്ങിയതും പിന്നെ നേരത്തെ ഇരുന്നതും എല്ലാം എടുത്ത ആള് അവിടെ തൂക്കിയിട്ടേക്കുവാണ്. ഇപ്പൊ ആള് പറഞ്ഞെന്ന് വെച്ചാൽ ഇതുവരെ പുതിയ ഡിസൈൻസ് ഒന്നും വന്നിട്ടില്ല. 2 മാത്രമേ വന്നിട്ടുള്ളൂ. ബാക്കി പുതിയ ഡിസൈൻസിന് വരാനുണ്ട്. കളക്ഷൻസ് ഇഷ്ടംപോലെ വരാനുണ്ട്. ക്രിസ്മസിന്റെ ഏകദേശം സമയം ആകുമ്പോഴത്തേക്കും അത് വരുന്നത്. അപ്പൊ വില കുറവായിരിക്കും. യെല്ലോ പുതിയതാണ്. പിന്നെ ഒരു സിലിണ്ടറിക്കൽ ഒരു ഷേപ്പിലുള്ള ഇത് പുതിയതാണ്. അപ്പൊ അങ്ങനെ 1-2 വന്നത് അവിടെ ആള് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പം സ്ഥിരം പോകുന്നതുകൊണ്ട് തന്നെ ആൾക്ക് നമ്മളെ അറിയാം. പിന്നെ ചാനലും കാണുന്നുണ്ട് അല്ലേ? ചാനലും കാണുന്നുണ്ട്. അപ്പോൾ അനീഷ് ഭായിക്ക് നമ്മളെ അറിയാം. ഇത് നമ്മുടെ പൂവിന്റെ ഇടയിൽ ഫുൾ അത്. പക്ഷെ വലിയ നീളം എനിക്ക് ഇതിന് തോന്നിയില്ല കേട്ടോ. ഇതൊരു പുതിയ ഡിസൈനാണ്. പക്ഷെ വലിയ നീളമില്ല. അത് പുതിയ ഡിസൈൻ, ഇത് പുതിയ ഡിസൈനാണ്. ഇതെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം മൊത്തം താഴേക്ക് ഇങ്ങനെ വീഴുമായിരുന്നു. ഈ പ്രാവശ്യം മുകളിലോട്ട് വീഴുവന്നു. മുകളിലോട്ടും പോകുന്നു. ഇത് മറ്റേ മഴത്തുള്ളി വീഴുന്ന പോലെ വീഴുവായിരുന്നു. തിരിച്ചും ഇതാണ് അടുത്ത കട. കഴിഞ്ഞ വർഷം ക്രിസ്മസിന്റെ സാധനങ്ങൾ പെറുക്കാൻ വേണ്ടി പോയപ്പോൾ ഞാൻ അവിചാരിതമായിട്ട് എൻ്റെ മുന്നിൽ പോയി പെട്ടു. അവിടെ നിന്ന് നല്ലൊരു കുഞ്ഞു കമ്മൽ എനിക്ക് കിട്ടി കേട്ടോ. അപ്പോൾ ഇത്രയും ഞാനത് നോട്ടവിട്ട കടയാണ്. പേര് ആൽഫ ഗോൾഡ് കവറിങ്. അത് നമ്മളുടെ മേത്തറിൻ്റെ ഉള്ളിൽ ഈ പറഞ്ഞ അനീഷ് ഭായിയുടെ കടയുടെ ഓപ്പോസിറ്റ് ആയിട്ട് വരും. നല്ല കുറേ ഭംഗിയുള്ള കുട്ടി കമ്മലുകൾ നമുക്ക് അവിടെ നിന്ന് കിട്ടും. 2 എണ്ണം എടുക്കുവാണെങ്കിൽ 1 എണ്ണം 60 രൂപയ്ക്ക് കിട്ടും. അതായത് 2 കമ്മലടങ്ങുന്ന ഒരു ഷീറ്റായിരിക്കും. 2 എണ്ണം എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത ഡിസൈനാണ്. ഒരെണ്ണമായിട്ട് തരില്ലേ? ഒരെണ്ണമായിട്ട് തരും. 80 രൂപയാവും. അപ്പോൾ ഒരു പേരിന് 80 രൂപ. 2 പേർ എടുക്കുവാണെങ്കിൽ ഒരു പേർ 60 രൂപയ്ക്ക് വരും. ഞാൻ അങ്ങനെ 2 പേർ മേടിച്ചു. അപ്പോൾ 120 രൂപയ്ക്ക് എനിക്ക് 2 എണ്ണം കിട്ടി. പിന്നെ ഈ പെണ്ണുങ്ങൾ ഇതിന്റെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ അറിയാമല്ലോ, 1 മണിക്കൂർ കഴിയാണ്ട് ഇറങ്ങൂല. ഞാൻ അത് കാരണം അവിടെ പോസ്റ്റ് ആയി. പിന്നെ അനീഷ് ഭായിനോട് സംസാരിച്ചിരുന്നു. പുറത്ത് പോയി നിന്നിട്ട് ആളോട് സംസാരിക്കുമായിരുന്നു. ഞാനും ഡിൻസ് ചേച്ചിയും കൂടെ കയറി കുറേ ഞങ്ങൾ നോക്കി. പക്ഷെ ഞങ്ങൾ നോക്കിയത് മാത്രമല്ല കേട്ടോ, ഞങ്ങളിങ്ങനെ നോക്കി ആസ്വദിച്ചു. ഈ കമ്മൽ മാത്രമേ എടുത്തുള്ളൂ ഞങ്ങൾ. അല്ലാണ്ട് ഞങ്ങൾ അനാവശ്യമായിട്ട് പൈസയൊന്നും സ്പെൻഡ് ചെയ്തില്ല. അതിന് ആവശ്യം വരുമ്പോൾ മാത്രമേ ഞങ്ങൾ വാങ്ങുള്ളൂ. നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമല്ലേ അല്ലേ? നമ്മൾ പോകുമ്പോൾ ഇങ്ങനെ വാങ്ങാനും കാണാനും ഒക്കെ ഇഷ്ടമല്ലേ? നോക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ പെട്ടെന്ന് നമുക്ക് പോയി എടുക്കാൻ പറ്റും. അതല്ല ഞാനാണെങ്കിൽ ഒരു കട പരിചയപ്പെടുത്തിയത്. ഇപ്പം നമ്മൾ ഓർമ്മ വെക്കുവാണെങ്കിൽ ഈ ഞാൻ ആദ്യം കാണിച്ച ക്രിസ്മസ് കാർഡുള്ള കടയിലാണെങ്കിലും ഈ കടയിലാണെങ്കിലും നമുക്ക് ഈ ഓണം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോൾ അവിടെ പോയി നമുക്കത് വാങ്ങാനായിട്ട് സാധിക്കും. ക്രിസ്മസ് കാർഡ് കാര്യം ഒരു കാര്യം ഓർത്ത്, ക്രിസ്മസ് കാർഡ് വാങ്ങിയ കാര്യം പറഞ്ഞില്ല. ക്രിസ്മസ് കാർഡ് നമ്മൾ വാങ്ങി 200 രൂപയായിരുന്നു. കാരണം 10 എണ്ണം ഉള്ള ഒരു പാക്കറ്റ് എടുത്തു. അതിനകത്ത് 200 രൂപ. ഈ പ്രാവശ്യം എല്ലാവർക്കും പോസ്റ്റൽ വഴി അയക്കാന്ന് വിചാരിച്ചു. അതെ. ഈ കാണുന്നതൊക്കെ കണ്ടോ, നല്ല ബ്രേസ്ലെറ്റിന്റെ ഡിസൈൻ ആണ് കേട്ടോ. ഈ കാണുന്നത് നല്ല രസമുള്ള. ഇത് അവിടെ ഒരു പട കാണുന്ന ഫുൾ ബ്രേസ്ലെറ്റിന്റെ കളക്ഷൻസ് ആണ്. പല കളക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ ആംഗ്ലെറ്റിന്റെ കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഒരുപാട് ടൈപ്പ് മാലകൾ ഉണ്ടായിരുന്നു. ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള മാലകൾ. വലിയ റേറ്റും ഇല്ല ഇവിടെ. എനിക്കതാണ് ഇഷ്ടം. ഇതൊക്കെ ഞങ്ങൾ ഇല്ല, ഒന്നും വാങ്ങിയില്ല. കമ്മല് മാത്രം. ഞാനിപ്പോൾ വാങ്ങണ്ടെന്ന് വെച്ചു. ഞാനിങ്ങനെ നോക്കി അതിൻ്റെ റേറ്റ് ഒക്കെ എങ്ങനെയാണെന്നൊക്കെ ഒന്ന് നോക്കി വെച്ചു. ഇനി എനിക്കൊരു ആവശ്യം വരുമ്പോൾ
നമുക്ക് അവിടെ പോയി എടുക്കാമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് അപ്പൊ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ട് നിങ്ങളൊക്കെ ഇത് മനസ്സിൽ നോട്ട് ചെയ്ത് വെച്ചോ. വേറെ കടകൾ നിങ്ങൾക്ക് ഇവിടെ അറിയാമെങ്കിൽ എനിക്കും പറഞ്ഞാലോ, എനിക്കും പോകാലോ. ഞാൻ ഇങ്ങനെ കാണുന്നത് നിങ്ങളെ പരിചയപ്പെടുത്തരാം. നിങ്ങൾ കാണുന്നതൊക്കെ അറിയാമെങ്കിൽ എന്നോടും എനിക്കൊന്ന് കമന്റ് കിട്ടുന്നതായോ കേട്ടോ. അപ്പൊ എനിക്കും പോകാലോ. അപ്പൊ ഇവിടെ ഇതൊക്കെ താഴെയുള്ളതൊക്കെ മാലകളാണ്. ഇത് നമുക്ക് ഡെയിലി വെയറിന് പറ്റിയതുകൊണ്ട് അല്ലാതെ എന്തെങ്കിലും ഫംഗ്ഷന് പറ്റിയതൊക്കെ. ഇതാണ് നമ്മുടെ പേപ്പർ സോപ്പ്. ഇത് അതിന്റെ തന്നെ തൊട്ടടുത്തുള്ള കടയിലുണ്ടായിരുന്നതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ വീഡിയോ നമ്മുടെ റബേക്കയുടെ ബർത്ത്ഡേക്ക് അനുപ ഗിഫ്റ്റ് ചെയ്ത സാധനമാണ് ഈ പേപ്പർ സോപ്പ്. അപ്പൊ അത് ഡിൻസി ചേച്ചി കണ്ടിട്ട് ഡിൻസി ചേച്ചിക്ക് അതെന്താന്ന് അറിയത്തില്ലായിരുന്നു. ഇപ്പോഴാണ് ഡിൻസി ചേച്ചി അത് ഇതാണ് പേപ്പർ സോപ്പ് ആണെന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ ഞങ്ങൾ അങ്ങനെ കുറച്ച് നോക്കി. ചേച്ചി കുറഞ്ഞ എടുക്കണം, എടുത്തോ ഇല്ലയോ ഞാൻ ഓർക്കുന്നില്ല. എടുത്തല്ലേ? നമ്മള് നോക്കിയത് ഒരു പീസിന് 40 രൂപയാണ്. അതെ, അവിടെ 40 രൂപയാണ്. ഇങ്ങനെയുള്ള കുറെ കുട്ടി സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെയാണ് ഇവിടെ ഉള്ളത്, കുട്ടികൾക്ക് പറ്റുന്നത്. അപ്പൊ കുറച്ചു നേരം ഞങ്ങൾ അവിടെ നിന്ന് അവിടുത്തെ ഹൈലൈറ്റ് എന്താ അറിയോ, അവിടെയുള്ള ഓൾമോസ്റ്റ് കൂടുതൽ കടക്കാരും കുന്നംകുളം ഭാഗത്തുള്ളവരാണ്. അതെ, ഞങ്ങൾ പിന്നെ പോയത് ലേസ് കടയിലാണ് കേട്ടോ. ലേസ് വാങ്ങിക്കാനാണ്. ലേസൻസ് ചേച്ചിക്ക് ചുരിദാറിനെ കുറിച്ച് നീളം വെപ്പിക്കാൻ വേണ്ടി ലേസ് വാങ്ങിക്കണമായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ ഈ ബ്രോയുടെ കടയിൽ കയറി. ഞങ്ങളിപ്പോൾ ആദ്യമായിട്ടല്ല, ഇതിന് മുന്നേയും അവിടെ കയറി ബട്ടൺസും അതുപോലെ സിബ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങാനൊക്കെ നമ്മൾ കയറാറുണ്ട്. നൂല് മേടിച്ചത് അവിടെ നിന്നാണ് ഞാൻ. അതെ, അപ്പൊ ഞാൻ അനീഷ് ഭായിനോട് ഒരു കാര്യം ചോദിച്ചായിരുന്നു, ഈ മെയ്ഡ് ഇൻ കുന്നംകുളം അവിടെ നിന്ന് വരുന്ന സാധനങ്ങളാണോ ഇവിടെ ഉള്ളതെന്ന് ചോദിച്ചു. അപ്പൊ ഇടയ്ക്ക് അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന സാധനങ്ങളാണ്. പിന്നെ പണ്ടത്തെ പോലെ ത്രെഡ് നമുക്ക് പല കളറിൽ ഒരു ബോക്സ് ആയിട്ട് ഇപ്പൊ വരുന്നില്ലെന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒരു നൂലിന് 20 രൂപയല്ലേ പറഞ്ഞത്. അത് നമുക്ക് ഓരോ 12 കളർ പെറുക്കി എടുക്കാം. അങ്ങനെ ബോക്സ് ആക്കി എടുക്കാം. പിന്നെ ഇവിടെ കയറിയപ്പോഴാണ് ദൈവമേ മനസ്സും കണ്ണും ഒക്കെ എല്ലാം വയറും ഒക്കെ നിറഞ്ഞു എന്ന് പറയാം. റബേക്കയ്ക്ക് ഞങ്ങൾ വെജിറ്റേറിയൻ ഫുഡ് കൊടുക്കുന്നതുകൊണ്ട് അവർക്ക് കുറച്ച് കാഷ്യൂ കൊടുക്കണം. അപ്പം ഞങ്ങൾ അത് കാരണമാണ് ഈ ഷോപ്പിൽ കയറിയത്. എനിക്ക് ഇഷ്ടപ്പെട്ടതേ നല്ലൊരു പെരുമാറ്റമായിരുന്നു. അതെ, ഇത് ഷോപ്പിന്റെ പേര് പാംട്രി ആണ്. അത് നല്ലൊരു പെരുമാറ്റം അല്ലെ, നല്ല പെരുമാറ്റമാണ്, സ്നേഹത്തോടെയുള്ള നമുക്ക് സാമ്പിളൊക്കെ തന്നു. സാമ്പിൾ അവർ തന്നാൽ മാത്രമല്ല, ഞങ്ങൾ അല്ലാണ്ട് എടുത്തും തിന്നു. ഒരു പ്രശ്നമില്ല. സാമ്പിൾ നമുക്ക് അത് നോക്കിയിട്ട് നല്ല ക്വാളിറ്റി തോന്നി കേട്ടോ. നല്ല കാഷ്യൂസ്, നല്ല പിസ്ത, അങ്ങനെ എല്ലാം നല്ല സൂപ്പർ ആയിട്ടുള്ള ഐറ്റം ആയിരുന്നു. ഞാൻ അവിടുത്തെ ചേട്ടനോട് ഞാൻ പറഞ്ഞു, ഞാൻ ഇതാണ് കേട്ടോ, ഇതാണ് ആള്. പിന്നെ വേറെ ഉണ്ടായിരുന്നു അവിടെ സെയിൽസിൽ നിൽക്കുന്ന പയ്യന്മാരൊക്കെ ആണെങ്കിൽ എല്ലാവരും നല്ല സൂപ്പറാണ്. അതെ 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 അതെ. അപ്പൊ അങ്ങനെ ഞങ്ങള് മിഠായി ഒക്കെ തന്നു. എനിക്ക് മിഠായി എടുക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ നമ്മള് വലുതെടുക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മള് മറന്നുപോയി. അത് കണ്ടോ, പല സാധനങ്ങളും ഡേറ്റ്സും എല്ലാം. ബ്ലാക്ക്ബെറി നമുക്ക് കഴിക്കാൻ തോന്നും. അതായിരുന്നു ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള സാധനം ഞാൻ ആദ്യം കാണിച്ചത്. അതായിരുന്നു ബ്ലാക്ക്ബെറി ആയിരുന്നു. അത് സൂപ്പർ ആയിരുന്നു. ഗിഫ്റ്റ് ബോക്സുകൾ, ഇതൊക്കെ ഗിഫ്റ്റ് ബോക്സ് ആണ്. അപ്പം അങ്ങനെ ഗിഫ്റ്റ് ബോക്സുകളുണ്ട്. നമുക്ക് ഗിഫ്റ്റ് ആർക്കെങ്കിലും ഇതുപോലെയുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ അല്ലെങ്കിൽ നട്ട്സ് ഒക്കെ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങിക്കാം. അങ്ങനെ എല്ലാ ഷോപ്പിങ്ങും കഴിഞ്ഞ് സ്റ്റുഡിയോയിലും കയറിയ അവസാനം അതും കഴിഞ്ഞ് വൈകുന്നേരം ഇപ്പം ചായ കുടിക്കാനായിട്ട് മൂടില്ല. അങ്ങനെ ഞങ്ങൾ ചേച്ചി പറഞ്ഞ തണുത്ത എന്തെങ്കിലും കഴിക്കാന്ന്. സ്റ്റുഡിയോയുടെ അടുത്തുള്ള ഒരു ഷോപ്പ്, അവിടെ കുറച്ച് ഷോപ്സ് ഉണ്ട്. അതിൽ മൊയ്റ്റോയും ഷേക്സ് ഒക്കെ കിട്ടുന്ന ഒരിടത്ത് ഞങ്ങൾ വന്നിരുന്നു. ചേച്ചിക്ക് ഷേക്ക് മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളൊരു ഷാർജ ഷേക്ക്, ചേച്ചി ഷാർജ ഷേക്കും, ഞങ്ങളൊരു മൊയ്റ്റോയും. ഞാൻ ഡോപ്പിനോട് തിരഞ്ഞെടുക്കാൻ പറഞ്ഞുകൊണ്ട് ഡോപ്പി കിവി പറഞ്ഞു. അത് വല്ലാത്തൊരു കഷ്ടമായി, എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. മധുരം ഭയങ്കര കൂടുതലായിരുന്നു. അതായിരിക്കും, എനിക്ക് അങ്ങനെ ഓവർ മധുരം ഇഷ്ടപ്പെടത്തില്ല. ഇതാണ് കേട്ടോ ഷോപ്പ്. നല്ലതായിരുന്നു. എന്തായാലും ചേച്ചിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ഷാർജ ഷേക്ക്? എനിവേ ഞങ്ങൾ അതൊക്കെ കഴിച്ചു. ഈ ഒരു ദിവസം നല്ല രസമായിരുന്നു. ഞങ്ങൾ ഉച്ചയ്ക്കാണെങ്കിലും മലബാർ ബിരിയാണി ഹൗസിൽ പോയി ഫുഡൊക്കെ കഴിച്ചു. സൂപ്പർ ആയിരുന്നു. അപ്പൊ നാളെ കാണാം അടുത്ത വീഡിയോ. ടാറ്റാ, ബൈ.